എം മണി സാറേ, താങ്കളുടെ റബ്ബർ തോട്ടം വിറ്റിട്ടാണോ ഇവിടെ പെൻഷൻ കൊടുത്തത്? അല്ലെങ്കിൽ താങ്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ താങ്കളുടെ ശമ്പളം വെച്ചിട്ടോ? എത്ര കാലമായി താങ്കൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പേരിൽ കതാർ അടിഞ്ഞ് നടന്ന് സർക്കാരിൽ നിന്ന് ശമ്പളം പറ്റുന്നു, അല്ലെങ്കിൽ പെൻഷനുകൾ പറ്റുന്നു? എന്നിട്ട് ഇതൊക്കെ താങ്കൾ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ? എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പണമാണ്. ഞങ്ങൾ ഓരോ തീപ്പെട്ടി മുതൽ ബ്ലേഡ് മുതൽ ബ്രെഡ് മുതൽ എല്ലാ കാര്യത്തിലും കൊടുക്കുന്ന ടാക്സ്. ഇതൊന്നും പോരാതെ പെട്രോളും ഡീസലും അടിക്കുമ്പോൾ ഇവിടത്തെ പാവപ്പെട്ട ഡ്രൈവർമാരടക്കം 2 രൂപ എക്സ്ട്രാ നിങ്ങളുടെ അണ്ണാക്കിലേക്ക് തള്ളി തന്നതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾ പെൻഷൻ കൊടുത്തത്. എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? സാമൂഹ്യ പെൻഷൻ കൊടുക്കാനാണ് അത് മേടിക്കുന്നതെന്ന്. എത്ര കാലം നിങ്ങൾ തുടർച്ചയായി പെൻഷൻ കൊടുത്തു? എത്ര പെൻഷൻകാർ ഇവിടെ മരുന്ന് മേടിക്കാനില്ലാതെ റേഷനരിയിൽ മുളക് പൊടി ഇട്ട് കഴിച്ച് മരിച്ചു? അവരുടെയൊക്കെ ശാപം നിങ്ങളുടെ തലക്ക് മുകളിൽ നിൽക്കുമ്പോ ക്ഷേമ പെൻഷൻ വാങ്ങി ശാപ്പാടടിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ? ഇവിടെ കുറെ സഖാക്കൾ പറഞ്ഞു നടന്നിരുന്നു കിറ്റ് വാങ്ങി നക്കിയില്ലേ എന്ന്. നോക്കൂ, ഇവരിൽ നിന്നും ആനുകൂല്യം പറ്റിയവരായിട്ടാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങളുടെ പൈസ വാങ്ങി അതിൽ പാതി മുക്കാലും ഇവരുടെ പോക്കറ്റിലാക്കി ബാക്കി വരുന്ന എന്തെങ്കിലും ഒന്നിൽ നിന്ന് ഇലക്ഷൻ അടുപ്പിച്ച് 10 രൂപ നിങ്ങളുടെ വായിലിട്ട് തന്നിട്ട് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളോട് പറയുന്ന വാക്കാണ് കേൾക്കുന്നത്. ശാപ്പാടടിച്ചിട്ട് തിന്നിട്ട് നക്കിയിട്ട് എന്ന് പറയുന്നതിന്റെ അതേ വേർഷനാണ്. ഇതാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ ഒരു തവണ തുടർഭരണം കൊടുത്തപ്പോൾ 2025 കമ്മ്യൂണിസ്റ്റുകാരുടെ യഥാർത്ഥ മുഖം നിങ്ങൾ കണ്ടില്ലേ?